തുടർന്ന് പോകില്ല. അപ്പം തേങ്ങ ഇടാറായോ എന്ന് നോക്കാൻ വേണ്ടി പോവുക. വീട്ടിലാണെങ്കിൽ അരയ്ക്കാനാണെങ്കിൽ തേങ്ങ ഒട്ടുമില്ല. അപ്പോൾ അതൊന്ന് നോക്കി തേങ്ങ ഇടാൻ ആളെ വിളിച്ചിട്ടുണ്ട്. അപ്പം അയാളും അങ്ങോട്ട് അപ്പോഴത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അതാ അങ്ങോട്ട് പോകുന്നത്. എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും അത് ഇത്ര ആർത്തിയുണ്ടോ? അല്ലെങ്കിൽ റബ്ബ് അങ്ങനെയാണല്ലേ, ഉള്ളവർക്ക് എന്നും റബ്ബ് കൊടുത്തോണ്ടിരിക്കും, ഇല്ലാത്തവർക്ക് എന്നും ദുഃഖം തന്നെ. അറിയത്തില്ല ഇത് സ്വന്തമാണോ അല്ലെ വീട് വാടകയ്ക്കാണോ ഇതൊന്നും കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ എന്തെങ്കിലുമൊക്കെ കുത്തി വരച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ആദ്യമായിട്ടൊന്നും അല്ല വാടകയ്ക്ക് താമസിക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും വീട് വാടകയ്ക്ക് കൊടുക്കുന്നത്. പക്ഷേ എപ്പോഴും വന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കൃത്യമായിട്ട് തന്നെയല്ലേ ഞങ്ങൾ വാടക തരുന്നത്. ഇന്നേ വരെ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ കൂടെ ഇങ്ങനെ വരുന്നത്? 2 ദിവസം മുമ്പ് ഇത്ത വന്നിട്ട് പോയത്. എന്നിട്ട് തേങ്ങാടേയും മാങ്ങാടേയും കണക്ക് പറയുന്നു. ഞങ്ങൾക്ക് തേങ്ങയും വേണ്ട മാങ്ങായും വേണ്ട, ഞങ്ങൾ കാശ് കൊടുത്ത് തന്നെ മേടിക്കുന്നത്. പിന്നെ ഇനി ഒരു കാര്യം പറയുന്നുണ്ട്, ഇനി അടുത്ത മാസം വാടകയ്ക്കല്ലാതെ ഇത്തന്നെ വരരുത്. ഞങ്ങളിവിടെ കൃത്യമായിട്ട് വാടക ഞങ്ങൾ കൃത്യമായിട്ട് തരുന്നുണ്ട്. പിന്നെ എപ്പോഴും വന്ന് ഇവിടെ കയറി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് എന്തെങ്കിലും വീണ് കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ ശരിയാക്കി തന്നിട്ട് ഞങ്ങളോട് മറന്നു പറഞ്ഞിട്ടല്ലോ. ഇനി മേലെ ഇവിടെ വന്ന് ഞങ്ങളെ ഭരിക്കാൻ വരരുത്. അത്